അയ്യോ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിലവിൽ മാർക്കറ്റ് രാവിലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, വോയിസ് ഇട്ടിരുന്നു. നമുക്ക് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ദിവസം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ക്ലോസിങ് കഴിഞ്ഞെങ്കിൽ മാത്രമേ മാർക്കറ്റിൻ്റെ ദിശ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് രാവിലെ ഞാൻ പ്രീ മാർക്കറ്റിൽ തന്നെ പറഞ്ഞിരുന്നു, മാർക്കറ്റ് താഴോട്ടോ മുകളിലോട്ടോ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അറിയത്തില്ല. ഒരു 15 മിനിറ്റ് നേരം നോക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റ് ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. മാർക്കറ്റിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതലെന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. അപ്പം ഒരു 10-15 ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ വോയിസ് ഇട്ടിരുന്നു. മാർക്കറ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് പ്രീമിയം പോകത്തേ ഉള്ളൂ, കിട്ടിയതും കൊണ്ടുള്ളവർ അതും കൊണ്ട് വീട്ടിൽ പോകാൻ മാറി നിൽക്കാൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അനുസരിച്ചവർക്ക് ആ കിട്ടിയ പൈസ അവരുടെ പോക്കറ്റിൽ കിടപ്പുണ്ട്, അല്ല കിടന്ന് കളിച്ചവർക്ക് അത് അങ്ങോട്ട് കൊടുത്ത് അവർ പിന്നെ എന്താ പറയേണ്ടത്, അവർ അങ്ങോട്ട് പൈസ പോക്കറ്റ് കിട്ടിയ കാശുകൂടെ മാർക്കറ്റിന് കൊടുത്ത് അവർ നമോഭാഗം പറഞ്ഞു കാണും. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇന്നൊരു 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ. 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ ഒരു റിജക്ഷൻ കിട്ടി. നേരെ താഴോട്ട് വന്നെങ്കിലും വന്ന വഴി തന്നെ നേരെ തിരിച്ചു പോയി. എവിടെയാണോ ഈ ഡോട്ടഡ് ലൈനാണ് ഓപ്പണിങ് ഇല്ലേ, എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ പോയി സസ്റ്റെയിൻ ചെയ്തു ഇല്ലേ. നല്ലൊരു റിജക്ഷനോട് കൂടെ മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നല്ല റിജക്ഷനോട് കൂടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ എവിടെയാണോ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം കുറേ നേരം ആടിക്കളിച്ചു, നേരെ മുകളിൽ പോയി 25,981 കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയിൽ പോയി റെസിസ്റ്റൻസ് എടുത്തു, നേരെ തിരിച്ചു വന്നു. ഇവിടെയൊക്കെ ട്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടെയൊക്കെ എടുത്തവർക്ക് ന്യായം പാലിച്ചെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കാണും. പക്ഷെങ്കിൽ ഇപ്പോൾ ഇവിടെയോ അല്ലെങ്കിൽ ഈ പോയിന്റിലൊക്കെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10, 30, 40 പോയിൻ്റൊക്കെ ഇങ്ങോട്ടുണ്ട്. ഞാൻ പറഞ്ഞു സ്കാൽപ്പ് ചെയ്യാനേ ഇന്നത്തെ മാർക്കറ്റിൽ പറ്റൂ. 5-10 പോയിൻ്റ് സ്കാൽപ്പ് ചെയ്ത് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ആടിക്കളിച്ച് ഞാൻ ഇന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 26,000 സിയും 25,900 പിയും ഞാൻ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. അത് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് 1,500 രൂപ ഒരു ലോട്ടിൽ കിട്ടി. ഞാൻ അതുകൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ കാരണം ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റികളൊന്നും ഇല്ല. കാരണം മാർക്കറ്റിന് എങ്ങോട്ട് പോകണം എന്നൊരു ദിശാബോധമില്ല, മനസ്സിലായോ. ദിശാബോധമില്ലാതെ ഇവിടെ തന്നെ കിടന്ന് കറങ്ങി കളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് കൺസോൾട്ടേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് കൃത്യമായി നമ്മുടെ ലെവലുകളൊക്കെ സപ്പോർട്ട് ചെയ്തു. 25,931 കറക്റ്റ് സപ്പോർട്ട് എടുത്തു. നേരെ മാർക്കറ്റ് നേരെ തിരിച്ചു പോയി, അടുത്ത ലൈനിൽ പോയി സപ്പോർട്ട് എടുത്തു. അവസാനത്തെ ഒരു മണിക്കൂർ ഒരു മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് നൽകാൻ ശ്രമിച്ചു. ബ്രേക്ക് ഔട്ട് നൽകിയെങ്കിൽ 26,025 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തമായ റെസിസ്റ്റൻസിൽ തട്ടി മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു, വീണ്ടും സപ്പോർട്ട് എടുത്തു നേരെ. അപ്പോൾ ഇവിടെ നിന്നൊരു റിവേഴ്സൽ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം എന്താണ്, ഇതേ സെയിം സിനാരിയോ തന്നെ നമുക്ക് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ. ഇതാ ഇവിടെ ഉണ്ടോ, ഞാനിത് ഈ ഒരു സംഭവം ഞാൻ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊരു റിവേഴ്സൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു സിനാരിയോ ഇവിടെ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെങ്കിൽ അങ്ങനൊരു പ്രതീതി വരുത്തി. മാർക്കറ്റ് താഴോട്ട് വീഴും ഒരു ഷോ നടത്തിയെങ്കിലും കറക്റ്റ് ഉടൻ സപ്പോർട്ട് ഇട്ട് നേരെ തിരിച്ചു പോയി 26-25 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം നാളെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ക്യാൻഡിലും കൂടെ നമുക്ക് നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കിയാൽ കറക്റ്റ് ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഡേ ക്യാൻഡിൽ ഇല്ലേ. മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് അപ്പ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 26,109 എന്ന് പറഞ്ഞ പോയിൻ്റാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. ഓക്കെ, അതിനുശേഷം ഓൾ ടൈം ഹൈ 26,277 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ഉണ്ട്. ഓക്കെ, ഈ 2 പോയിൻ്റാണ് നമുക്കിനി നാളെ നമ്മുടെ മുന്നിലുള്ള കടമ്പ. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവനെ ക്രോസ് ചെയ്യുമോ കടത്തി വിട്ടുമോ നോക്കുക. ഈ 26,109 എന്ന് പറഞ്ഞ പോയിൻ്റ് ക്രോസ് ചെയ്യുന്നത് നോക്കുക. ക്രോസ് ചെയ്ത് പോയാൽ അടുത്ത് നമുക്ക് ഓൾ ടൈം ഹൈയിലൊക്കെ എത്താനുള്ള സാധ്യത ഈ ആഴ്ച തന്നെ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേങ്കിൽ ഇത് കടക്കണം. ഏത് 26,109 കഴിഞ്ഞ പ്രാവശ്യം 26,100 പോയിട്ട് അന്ന് റിജക്റ്റ് ചെയ്ത് നേരെ തിരിച്ച് താഴെ പോരുന്നതാണ്. അപ്പോൾ അതേമാതിരി ഇവിടെ നോക്കാണ്ടാവും. 26,100 2 പ്രാവശ്യം 26,100 റിജക്ഷൻ ഉണ്ടായതാണ്. ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളതായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഫർദറായിട്ട് ഓൾ ടൈം ഹൈ അടിക്കും, ഇല്ലെങ്കിൽ നേരെ മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് വരും. അപ്പോൾ നാളത്തെ ദിവസവും വളരെ ക്രൂഷ്യലാണ്.
കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിനോട് തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ന്യൂസുകൾ വല്ലതും വരുന്നുണ്ടോ എന്താണ് എന്നൊക്കെയുള്ളത് നമുക്ക് മാർക്കറ്റിലെ ഗ്ലോബൽ ന്യൂസും കൂടെ ഇതിനോട് ക്ലബ് ചെയ്ത് വേണം നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഗ്ലോബൽ ന്യൂസ് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് നമുക്ക് ഇന്നത്തെ ഇതങ്ങ് വിട്ടേക്കാം. ഞാൻ ജസ്റ്റ് ഡേ ക്യാൻഡിൽ നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നാളെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 26,105 26,105 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 26,100 എന്ന് പറയുന്ന സൈക്കോളജി അല്ല, 26,100 പണ്ട് നമ്മൾ വരച്ചിട്ടിരുന്ന 26,109 വരെ പോയി ഇല്ലേ. 26,100 എന്ന് പറയുന്നൊരു കടമ്പയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് കടന്നാൽ പിന്നെ നമുക്ക് ഓൾ ടൈം ഹൈ മേലുള്ള, അത് ഇന്ന് നാളെ കടക്കത്തില്ല, പക്ഷേങ്കിൽ ഇത് കടന്നു കഴിഞ്ഞാൽ ഈ 26,100 കടന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ ഒരു പക്ഷെങ്കിൽ ഓൾ ടൈം ഹൈ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ് ന്യൂസിന് വേണ്ടി. എന്താണ്, US ട്രേഡ് ഡീലിൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയത്തില്ല. 25% കൂട്ടിയ 25 ഫൈൻ അടിച്ച് 25% കട്ട് ചെയ്യുമോ, അല്ല ഒരു ഇൻട്രിം ഒരു ടാക്സ് ഒരു സ്ട്രക്ചർ വരുമോ. അതായത് ഇപ്പം ഓക്കെ അടുത്ത ഏപ്രിൽ വരെ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്ക് 20% എന്ന് ട്രംപ് പറയുക, 20% റേറ്റ് ഫിക്സ് ചെയ്തു ഒരു വർഷത്തേക്ക്, അല്ലെ അടുത്ത ഏപ്രിൽ വരെ 20% ഫിക്സ് ചെയ്തു. അപ്പം ഒറ്റയടിക്ക് 30% മാറി കിട്ടുക അല്ലേ. അല്ല വേറെ രീതി പറയുവാണെങ്കിൽ 25% കട്ട് ചെയ്തു, ബാക്കി നമുക്ക് നെഗോഷിയേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാർക്കറ്റ് രണ്ട് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. 25% കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വയലൻ്റ് മൂവ് നടത്തില്ലെങ്കിലും മൂവ് നടത്തും. അല്ല ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ വരുവാണ്, 20% അല്ല 18% താരിഫ് അടുത്ത ഏപ്രിൽ വരെ ഇൻട്രീമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ രണ്ട് കാര്യവും നമ്മുടെ മനസ്സിലിരിക്കണം. ഏത് രീതിയിലാണ് വരുന്നത് നമുക്കറിയത്തില്ല. ട്രംപ് ഇതുവരെയായിട്ടും വാ തുറന്നിട്ടില്ല. അപ്പം ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അല്ല ഇനി നാളെ ഇത് ഈ 26,020 സസ്റ്റെയിൻ ചെയ്യുന്നില്ല, നേരെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ 25,951 പൊട്ടിക്കിട്ടണം. 25,951 പൊട്ടിക്കിട്ടിയാൽ അടുത്ത കടമ്പ 931, പിന്നെ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ഓക്കെ ഇതായിരിക്കും താഴോട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്ന് രാത്രിയിലത്തെ ഗ്ലോബൽ മാർക്കറ്റും കൂടെ കണ്ട് അവിടുത്തെ സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം US മാർക്കറ്റ് നെഗറ്റീവിലാണ്, പൊട്ടിക്കൊണ്ടിരിക്കുന്നു. രാവിലെ പോസിറ്റീവായിരുന്നു, പക്ഷേ ഇപ്പോൾ അതാ 71 പോയിൻ്റ് US ഡൗ ജോൺസും നാസ്ഡാക്ക് 47 പോയിൻ്റ് നെഗറ്റീവിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. ഗിഫ്റ്റ് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 26,045 ഓടിക്കൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് പോയിൻ്റാണ്. ഓക്കെ 10-20 പോയിൻ്റ് നെഗറ്റീവിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ നമ്മുടെ സപ്പോർട്ട് ലെവലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അടുത്തൊരു ടാർഗറ്റിലേക്ക് എത്തി ഇല്ലേ. 59,040 എന്ന് പറയുന്ന നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻറ്റിനടുത്തോട്ട് ബാങ്ക് നിഫ്റ്റി എത്തി. അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ മേലോട്ട് കൊണ്ടുപോയത് കോട്ടക് ബാങ്കാണ്. കോട്ടക് ബാങ്കും പിന്നെ ICICI കൂടാണ് കൊണ്ടുപോയത്. HDFC ഫ്ലാറ്റായിരുന്നു. അപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എടുത്ത് കാണിക്കാം ഒരു സെക്കൻഡ്. ഇതാ കോട്ടക് ബാങ്ക് 23 പോയി. കോട്ടക് ബാങ്കിൻ്റെ സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണ ഷെയർ, അതുകൊണ്ടാണ് കോട്ടക് ബാങ്കിൽ ഒരു ബൈ വന്നത്. അതുപോലെ തന്നെ ICICI ബാങ്കും HDFC ബാങ്കും ബാങ്കുകളെല്ലാം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് പെർഫോം ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഇത്രയും നല്ല രീതിയിൽ 500 പോയിൻറ്റിനടുത്ത് 450 പോയിൻറ്റിനടുത്ത് ബാങ്ക് നിഫ്റ്റി 455 പോയിൻറ്റ് പെർഫോം ചെയ്തു. ഓക്കെ നമ്മുടെ മിഡ് ക്യാപ്പിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ അടിച്ച് 14,000 കടന്ന് 13,999. ഓക്കെ ഈ ബാറ്റയുടെ പൈസ പോലെ 13,997 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 14,000 ടച്ച് ചെയ്തു. ഓക്കെ അപ്പോൾ ഇനി 14,000 ടച്ച് വെച്ചാൽ ഓൾ ടൈം ഹൈ ആണ്. മറ്റവരാരും ബാങ്ക് നിഫ്റ്റിയും ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ അപ്പം നിഫ്റ്റി മാത്രമേ ഉള്ളൂ ഓൾ ടൈം ഹൈ അടിക്കാനുള്ളത്. അപ്പം ഈ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ അതോ 14.31 കടന്നു പോകുമെന്ന് നോക്കണം. 14.031 നമ്മുടെ മുന്നിലുള്ള കടമ്പ. ഓക്കെ അത് കടമ്പ കടന്നു പോകും, അല്ല ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ നോക്കുക. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSE ഇന്ന് ശോകമായിരുന്നു. ഒന്ന് ശ്രമിച്ചു മേലോട്ട് പോകാൻ, പക്ഷേങ്കിൽ അവിടെ കാരണം 2000 ഓടാൻ തുടങ്ങി, 2000-2800 വരെ വന്നു. അപ്പോൾ ഇനി അവിടെ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹീറോ മോട്ടോകോപ്പും എന്ത് ചെയ്തു, ഹീറോ മോട്ടോകോപ്പ് നല്ലപോലെ സപ്പോർട്ട് ചെയ്തു മിഡ് ക്യാപ്പിനെ. അപ്പം BSE ചെറുതായിട്ട് നെഗറ്റീവ് കാണിച്ചെങ്കിലും ഹീറോ മോട്ടോകോപ്പും ഡിക്സണും ഇവർ രണ്ടുപേരുമാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത്. അതിൻ്റെ കൂടെ തന്നെ പോളിസി ബസാറും പിന്നെ HDFC AMC കൊമിൻസും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. ഓക്കെ അപ്പോൾ നമുക്ക് സെൻസെക്സ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ സെൻസെക്സ് നമ്മുടെ ലെവൽ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം.
സെൻസെക്സ് ഏകദേശം ഞാൻ ഈ പറഞ്ഞല്ലോ 50 പോയിൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി വേണം സെൻസെക്സിനകത്തിൽ നിങ്ങൾ ട്രേഡ് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് കിടന്ന് സെൻസെക്സ് കളിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഫർദറായിട്ട് മുകളിലോട്ട് പോകുകയാണെങ്കിൽ 85,243 എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതനുസരിച്ച് നിങ്ങൾ ഇത് നോക്കി സെൻസെക്സിൻ്റെ ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യുന്നവർ ഈ ലെവൽ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ, വേറെ കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനില്ല. ഫർദറായിട്ട് ഇനി മാർക്കറ്റിൽ ഒരു മൂവ് വരണമെന്നുണ്ടെങ്കിൽ ടാക്സിൻ്റെ കാര്യത്തിൽ, താരിഫിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം സംസാരിക്കാൻ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.